രാജ്യത്തെ ഇ.ഡി. എന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്തോ ഒരു പ്രത്യേകതയുള്ള ഒരു അന്വേഷണ ഏജൻസിയാണെന്ന് തോന്നുന്നു. അതായത് ഒരു ഭാഗത്തെ കണ്ണിന് കാഴ്ചയില്ല എന്നൊക്കെ പറയുന്നത് പോലെ കോടിക്കണക്കിന് രൂപ നടുറോട്ടിൽ വെച്ച് പച്ചയ്ക്ക് പിടിക്കപ്പെട്ടിട്ടും എല്ലാ തെളിവുകളും ഒരാൾ വിളിച്ചു പറയുകയും ചെയ്തിട്ടും അത് കാണാതെ പോയ ഇ.ഡി. മറ്റൊരു കാര്യം കണ്ടു. അതായത് തൃപ്പൂണിത്തറയിലെ കോൺഗ്രസ് എം.എൽ.എ. കെ ബാബു അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്ന കാര്യം. അതുകൊണ്ട് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻമന്ത്രിയും കോൺഗ്രസിന്റെ എം.എൽ.എയുമായ കെ ബാബുവിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. കലൂർ PMLA കോടതിയിലാണ് ഇ.ഡി. കുറ്റപത്രം സമർപ്പിച്ചത്. ഇതേ കോടതിയിലാണ് കൊടകര കുഴൽപ്പണം കേസിൽ BJPക്ക് ക്ലീൻ ചിറ്റ് കുറ്റപത്രം അവർ നൽകിയതും. നേരത്തെ കെ ബാബുവിൻ്റെ പേരിലുള്ള 25.82 ലക്ഷത്തിൻ്റെ സ്വത്തുക്കൾ ഇ.ഡി. കണ്ടുകെട്ടിയിരുന്നു. അതിപ്പോൾ കോൺഗ്രസ് കർണാടക അധ്യക്ഷൻ ശിവകുമാറിൻ്റെ പേരിലും ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ കണ്ടെത്തിയതാണ്. ആ കേസ് പോലും ഇല്ലാതെയായി. ആളെ നാണം കെടുത്താനും സമൂഹത്തിൽ നല്ല പേരുള്ള കോൺഗ്രസ് നേതാക്കളെ താറടിച്ചു കാണിക്കാനും മാത്രമാണ് ഇ.ഡിയുടെ അന്വേഷണം എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്ന് തോന്നിപ്പോകും. അതാണ് പറഞ്ഞത്, ഒരു ഭാഗത്ത് മാത്രം കണ്ണുള്ളൊരു ഏജൻസിയാണോ ഇ.ഡി. എന്നുള്ളത്. ഇത് കേന്ദ്രത്തിലെ BJPയുടെയും കേരളത്തിലെ CPMന്റെയും ഒന്നിച്ചുള്ളൊരു നീക്കം എന്ന് തന്നെ പറയാം. ബാബു MLAയുടെ കാര്യത്തിൽ പറയുന്നത് 2007 ജൂലൈ മുതൽ 2016 മെയ് വരെയുള്ള കാലയളവിലാണ് ഈ കേസിനാസ്പദമായ സംഭവം നടന്നത്. മന്ത്രിയായിരുന്ന കാലയളവിൽ കെ ബാബു അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്നായിരുന്നു പിണറായി വിജയന്റെ വിജിലൻസിന്റെ കണ്ടെത്തൽ. ഇത്തരത്തിൽ 25.82 ലക്ഷം രൂപ സമ്പാദിച്ചിരുന്നതായും വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് ബാബുവിനെതിരെ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബാബുവിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബാബു MLAയെ വിളിച്ചു വരുത്തി ഇ.ഡി. ചോദ്യം ചെയ്തു. 25.82 ലക്ഷം രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി. ഇതുപോലെ തന്നെയാണ് കൊടകര കുഴൽപ്പണ കേസുമുള്ളത്. കേന്ദ്രത്തിൻ്റെയും കേരളത്തിൻ്റെയും ഏജൻസികൾ അന്വേഷിച്ചു. അതിൽ ഇ.ഡി. പൂർണ്ണ ക്ലീൻ ചിറ്റ് BJPക്ക് നൽകി. കേരളത്തിൻ്റെ പോലീസ് അതേ തരത്തിലായിരുന്നു. പണം കൊണ്ടുവരുന്നത് ഞാൻ കണ്ടുവെന്നും എന്നെ ചോദ്യം ചെയ്യുമെന്നും ഒരാൾ മാസങ്ങളായിട്ട് വിളിച്ചു കൂവിയിട്ടും അങ്ങോട്ട് രണ്ട് ഏജൻസികളും തിരിഞ്ഞു നോക്കിയിട്ടില്ല. താൻ പറയുന്നത് കള്ളമാണെങ്കിൽ എന്നെ നുണ പരിശോധനയ്ക്ക് വിധേയമാക്കൂ എന്നുവരെ ആ ദൃക്സാക്ഷി പറഞ്ഞു. എന്നിട്ടും ഇവർ കേൾക്കുന്നില്ല. ഇതൊരു ഭാഗത്ത് നടക്കുമ്പോൾ മറുഭാഗത്ത് കോൺഗ്രസ് നേതാവിൻ്റെ 25 ലക്ഷം ശക്തമായി തന്നെ കേസുമായി മുന്നോട്ട് പോകുകയാണ്. ഇതാണ് ഇന്നത്തെ കേരള അന്വേഷണത്തിൻ്റെ അവസ്ഥ.